ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ SIB മിറർ ആപ്ലിക്കേഷനിൽ എങ്ങനെ MPIN സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് MPIN മറന്നു പോയിട്ടുണ്ടെങ്കിൽ പുതിയൊരു MPIN എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ടോക്കൺ ഉണ്ടെങ്കിൽ അത് മതി. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു MPIN ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായി നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന SIB മിറർ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഫേസ് ഐഡിയോ ഫിംഗർ ഐഡിയോ വെച്ച് ലോഗിൻ ചെയ്യുക. ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഹോം പേജ്, മിറർ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. നമുക്ക് MPIN ചേഞ്ച് ചെയ്യാനായി ഇവിടെ ഏറ്റവും താഴെ ഒരു മെനു ബാർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെ കാണാൻ സാധിക്കും ഫോർഗെറ്റ് MPIN. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ബോക്സ് ഓപ്പണായി വരും. അവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഗെറ്റ് OTP എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഓട്ടോമാറ്റിക്കായി ഈ ആപ്ലിക്കേഷനിൽ പേസ്റ്റ് ആകുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് MPIN സെറ്റ് ചെയ്യാനായി ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ബാങ്ക് ടോക്കൺ, ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് MPIN സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് MPIN എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനായി കാർഡ് നമ്പർ എന്നുള്ള ഭാഗത്ത് കാർഡിൻ്റെ 16 അക്ക നമ്പർ, ATM കാർഡിൻ്റെ 16 അക്ക നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാർഡ് എക്സ്പയറി ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ കാർഡിൻ്റെ എക്സ്പയറി മന്ത് ആദ്യം ടൈപ്പ് ചെയ്യുക ആദ്യത്തെ കോളത്തിൽ. രണ്ടാമത്തെ കോളത്തിൽ എക്സ്പയറി ഇയർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ATM കാർഡിൻ്റെ 4 അക്ക സീക്രട്ട് പിൻ നമ്പർ താഴെ കാണുന്ന ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങളുടെ പുതിയ MPIN ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 4 MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യത്തെ കോളത്തിൽ. അതേ പിൻ നമ്പർ തന്നെ രണ്ടാമത്തെ കോളത്തിലും ഒന്നുകൂടി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും MPIN റീസെറ്റ് ചെയ്തതിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. MPIN സക്സസ്ഫുള്ളായി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഈ മെസ്സേജിൽ പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് മറന്നുപോയ MPIN റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.